നമ്മോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്ക് സൂചിപ്പിക്കാം. മുസ്ലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം കൊടുക്കുന്നുണ്ട്. ബാബു മാ യൽഹഖുൽ ഇൻസാനു മിനത് തവാബി ബഅദ വഫാത്തിഹി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം അവന് ലഭ്യമാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന അധ്യായം. അങ്ങനെയാണ് അധ്യായത്തിൻ്റെ പേര്. അതിൽ 1631 ഹദീസായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല നബി തിരുമേനി പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാത്ത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമി യുൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഇദാ മാതൽ ഇൻസാൻ, ഒരാൾ മരണപ്പെട്ടാൽ, ഇൻഖതഅ അമലുഹു, അവൻ്റെ എല്ലാ അമലും അവനിൽ നിന്ന് മുറിഞ്ഞു പോകും. മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ മരണശേഷം അവൻ ചെയ്ത എല്ലാ അമാലുകളും അവനുമായി കണക്ഷൻ വിടും, ഡിസ്കണക്ഷൻ ആവും. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ ആ മയ്യത്തുമായി, ആ മരണപ്പെട്ട വ്യക്തിയുമായി കണക്ഷൻ ഉണ്ടാവും. 1, ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ഒന്നെന്താണ്? ജാരിയായ സ്വദഖ. 2, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, അറിവല്ല പിന്നെ ലൈഫിൽ പ്രാക്ടിക്കലാക്കുന്ന അറിവ്. 3, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മകൻ, മകൾ. ഈ 3 കാര്യങ്ങൾ അവനിൽ അവശേഷിക്കുമെന്ന് ഷഫീഉന വ ഹബീബുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ 3 കാര്യങ്ങൾ? 1, സ്വദഖത്തുൻ ജാരിയ, നമ്മൾ ദാനധർമ്മം ചെയ്യുന്ന സാധാരണഗതിയിൽ ഉള്ള ഒരു ദാനധർമ്മത്തെ കുറിച്ചല്ല പറയുന്നത്, നിലനിൽക്കുന്ന ദാനധർമ്മം. 1 നിലനിൽക്കുന്ന ദാനധർമ്മം, മറ്റൊന്ന് ഉപകാരപ്രദമായ അറിവ്, 3 അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഖബറിടം ഈ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹുവേ അവരുടെ ഖബറിടത്തെ വിശാലമാക്കണ റബ്ബേ, പാപങ്ങൾ നീ പുറത്തു കൊടുക്കണ റബ്ബേ. ഇത് ഭയങ്കര ഫലം. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി, ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ആര് ദ്വാരക്കുന്നത്? മക്കൾ ദ്വാരക്കുന്നത്. അവിടെ പ്രത്യേകം ഓർക്കണം, മക്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യിക്കണം, അവർ ചെയ്യണം. നേരെ മറിച്ച് ഉസ്താദെ ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ദ്വാരക്കാൾ 10 മടങ്ങ് പ്രതിഫലമാണ് മക്കളുടെ പ്രാർത്ഥന. ഉസ്താദ്മാരോട് ദ്വാരക്കാൻ പറയുന്നതിന് എതിരല്ലേ ഞാൻ. ഉസ്താദ്മാരോട് ദ്വാരക്കാൻ പറയാം, പ്രിയപ്പെട്ട ആളുകളോട് ദ്വാരക്കാൻ പറയാം, അതൊക്കെ പറയാം. പക്ഷേ ഏറ്റവും ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഉപ്പക്കും വേണ്ടി ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഉപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാൻ നമുക്ക് മലയാളത്തിൽ ദ്വാരക്കല. അല്ലാഹുവേ ഉപ്പക്ക് പുറത്തു കൊടുക്കണം, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി, ഉമ്മക്ക് പുറത്തു കൊടുക്കണം, നമുക്ക് ദുആ ചെയ്യാം. അതാണ് ദുആ. ഈ 3 കാര്യങ്ങളാണ് അവന് വേണ്ടി അവശേഷിക്കുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതേക്കുറിച്ച് 1 സ്വദഖയാണ്, ജാരിയായ സ്വദഖ. ഈ ജാരിയായ സ്വദഖയെ കുറിച്ച് മഹാനായ ശർഹ് മുസ്ലിമില് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, സ്വദഖത്തുൻ ജാരിയ, 1 കാര്യം, യാനി അതുകൊണ്ട് ഉദ്ദേശം ബഅദൽ മൗത്തി, മരണശേഷം, തബ്ഖാ ലഹു ഹാദിഹി സ്വദഖ, ഈ സ്വദഖ അവന് വേണ്ടി ബാക്കിയാവും. 1 ബിഹസ്ബി അർലൻ തുഅജ്ജറു, സ്ഥിരമായി
ഉപയോഗപ്രദമായ ഒരു ഭൂമി അവൻ സ്വതക്ക ചെയ്യലാണ്. മറ്റൊന്ന് വതുസ്റഫു ഉജ്റതുഹാ ഫിൽ ഫുഖറാഇ വൽ മസാകിൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രതിദിന വരുമാനം പാവങ്ങൾക്ക് കിട്ടത്തക്ക രൂപത്തിലുള്ള ഒരു ധർമ്മമാണ്. വഫിൽ ജിഹാദി, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകൾക്ക് വേണ്ടി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ധർമ്മമാണ്. ഫീ തഅമീരിൽ മസാജിദ്, അതുപോലെ തന്നെ പള്ളിയുടെ നിർമ്മാണമാണ്. ഫീ മുസാവാത്തിൽ അഖാരിബ്, പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മറ്റെന്തെങ്കിലും സംവിധാനമാണ്, കിണർ പോലുള്ള എന്തെങ്കിലും സംവിധാനം. ഇങ്ങനെ കുറച്ച് എക്സാമ്പിളുകൾ ഷറഹ് മുസ്ലിമിൽ നബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനമർഹിക്കുന്ന ഒന്നാണ് അൽ വഖഫ്. ഇത് വഖഫ്, ഈ വഖഫാണ് സ്വതക്കത്തുൻ ജാരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അല്ലാഹു തആല പറഞ്ഞത് കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ വഖഫ് എന്താണ്, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അല്പസമയം സംസാരിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.